നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നടന്ന അക്രമം നാടകമായിരുന്നു. ഇത് സെയ്ഫ് അലി ഖാൻ ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നോ? ഇത് ഒരു പ്രതിയെ, ഒരു ബംഗ്ലാദേശുകാരനായ ഒരാളിനെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അയാൾ ഈ സെയ്ഫ് അലി ഖാൻ നിയോഗിച്ച വ്യക്തിയായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ ആരോപണം ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൻ്റെ നേതാവ് സഞ്ജയ് നിരൂപം ആണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉയർത്തിയിരിക്കുന്നത്, സംശയം ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന സംശയം ഇതാണ്: നട്ടലിനും കഴുത്തിനും കയ്യിലും ഗുരുതര പരിക്കേറ്റ ഒരാൾക്ക് 5 ദിവസം കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാനാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നട്ടലിനും കഴുത്തിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഒരാളിന് 5 ദിവസം ആശുപത്രിയിൽ കിടന്നാൽ ഇങ്ങനെ ചുണക്കുട്ടനായി കുതിരയെ പോലെ എഴിച്ച് നടന്ന് അണികളെ കൈവീശി പോകാൻ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ കഴിയുമോ എന്നൊരു സാധാരണ സെൻസ് ഉള്ളവർക്ക് തോന്നുന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ചികിത്സയിലായിരുന്ന സെയ്ഫ് 5 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. നമ്മൾ കണ്ടതാണ്. വെള്ള ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കാറിൽ വന്നിറങ്ങിയ താരത്തെ കാണാൻ വീടിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടി ചിരിച്ച് അഭിവാദ്യം ചെയ്ത് ഇത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആത്മവിശ്വാസത്തോടെയാണ് നടൻ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിലേക്ക് കയറിയത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഏതാനും ദിവസം അവിടെ തങ്ങും. തുടർന്ന് സമീപത്തെ ഫോർച്യൂൺ ഹൈറ്റ്സ് എന്ന സമുച്ചയത്തിൽ ഇവരുടെ ഉടമസ്ഥയിലുള്ള വസതിയിലേക്ക് മാറും എന്നറിയുന്നു. എന്തായാലും 13 നിലകളുള്ള ഈ ഫ്ളാറ്റിൽ നിന്നും കുത്തുകൊണ്ടതിന് ശേഷം അദ്ദേഹം നടന്നാണ് ഇറങ്ങി താഴെ വന്നതെന്നും ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ സെയ്ഫ് അലി ഖാൻ, ഈ നടൻ ഒരു ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന നമ്മുടെ ഷിൻഡെ വിഭാഗത്തിൻ്റെ നേതാവ് സഞ്ജയ് നിരൂപം സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു സംശയമായിട്ട് നിലനിൽക്കും. പക്ഷേ ഈ സംശയത്തിന് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു ചെറിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസുകാരിൽ നിന്നും 25 ലക്ഷം രൂപ അദ്ദേഹം ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതും കൂടെ കേൾക്കുമ്പോഴാണ് ഈ സഞ്ജയ് നിരൂപം പറഞ്ഞ അഭിപ്രായത്തിൽ കഴമ്പുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. എന്തായാലും അദ്ദേഹം താരം ആവശ്യപ്പെട്ട തുക, അനുവദിച്ച തുകയും സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് ആയതോടെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചർച്ചകളാവുന്നുണ്ട്. എന്തായാലും ബോളിവുഡ് താരത്തിനടക്കമുള്ള പ്രമുഖരെയും സാധാരണക്കാരെയും 2 രൂപത്തിൽ പരിഗണിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ നടപടി വഞ്ചനാപരമാണെന്നുള്ള ചർച്ചയും ഉയരുന്നുണ്ട്. കാരണം ഒരു സാധാരണ നമ്മൾ ഒരു ഇൻഷുറൻസ്, അപകടം പറ്റി ഇൻഷുറൻസിന് കടന്നാൽ അപേക്ഷിച്ചാൽ ഇത്രയും തുക നമുക്ക് ലഭിക്കില്ല. പകരം പല ന്യായങ്ങൾ പറഞ്ഞ് നമുക്ക് പൈസ നിഷേധിക്കുന്നതാണ് ഇൻഷുറൻസ് കമ്പനികൾ കാണുന്നത്. പക്ഷേ ഈ നടന് അദ്ദേഹം 25 ലക്ഷം രൂപ 5 ദിവസം ആശുപത്രിയിൽ വാസം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ കിട്ടി എന്ന വിവരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും ഞെട്ടലുണ്ടാവുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ചികിത്സയ്ക്കായി 35.95 ലക്ഷം രൂപയാണ് സെയ്ഫ് ആവശ്യപ്പെട്ടത്. അതായത് 36 ലക്ഷം രൂപ, 5 ലക്ഷത്തിൻ്റെ കുറവ്. 36 ലക്ഷം രൂപ, 35.95, അതായത് 35,95,000 രൂപയാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൽ 25 ലക്ഷം രൂപ കമ്പനി അനുവദിച്ചു എന്നതാണ് പ്രത്യേകത. ലീലാവതി ആശുപത്രിയിലെ 5 ദിവസത്തെ ചികിത്സാ ചെലവ് 26 ലക്ഷം രൂപയായി എന്നാണ് അദ്ദേഹം കണക്കുകൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ താരത്തിന് വെറും ചെലവായത് വെറും 1 ലക്ഷം മാത്രമാണ് എന്നാണ് പുറത്തു വരുന്നത്. 5 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ മാത്രമാണ് അവിടെ ചെലവായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ചെറിയ ആശുപത്രികൾക്കും സാധാരണക്കാർക്കും ഇത്തരം ചികിത്സയ്ക്കായി ഇൻഷുറൻസ് കമ്പനികൾ കുറഞ്ഞ തുക മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നാണ് നമ്മൾക്ക് കാണാവുന്നത്. അതൊരു വിമർശനമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പല പേരുകളും പറഞ്ഞ് നമ്മളെ പൂർണ്ണമായ കവറേജ് നമ്മൾക്ക് നൽകില്ല. എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് സാധാരണക്കാരാണെന്ന്, ദുരിതം അനുഭവിക്കുന്നതാണെന്ന് ഒരാൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യില്ല. ഫോമിൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ പോലും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് തരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ പേരോ അതല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിലോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ വേർഡ് നമ്മൾ എഴുതുമ്പോൾ ആ മെഡിക്കൽ വേർഡ്
വേർഡിൽ നമ്മൾ എഴുതുന്ന മെഡിക്കൽ വേർഡ് കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ ഒരക്ഷരം പിഴച്ചെന്നിരിക്കാം, ഉടനെ തന്നെ അത് വെട്ടി മാറ്റുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സെയ്ഫ് അലി ഖാന് ഇതൊന്നും ബാധകമാകാതെ എങ്ങനെ 25 ലക്ഷം കൊടുത്തു എന്നാണ്. എന്തായാലും ബംഗ്ലാദേശ് സ്വദേശി 6 തവണയാണ് ഇദ്ദേഹത്തിന് നടനെ കുത്തിയതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ആശുപത്രി അതിലും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് എത്രമാത്രം ശരിയാണ് നമുക്ക് ഇനി സംശയം വരാൻ സാധ്യത. നമ്മൾ ഇതുവരെയും 6 കുത്തു കിട്ടിയെന്നും നട്ടലിൽ കുത്തു കിട്ടിയെന്നൊക്കെ ഉള്ള പ്രചരണം വന്നപ്പോൾ നമ്മളതെല്ലാം വിശ്വസിച്ചതാണ്. അത് വീട്ടുകാരാണ് ആദ്യം അത് പറഞ്ഞത്, പിന്നീട് അത് ആശുപത്രിക്കാർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല, അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ലീലാവതി ആശുപത്രിയിൽ 5 മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തിയെന്നും ആശുപത്രി പറയുന്നുണ്ട്. അതും എത്രമാത്രം സത്യസന്ധമാണെന്ന് ഇനി വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ 5 മണിക്കൂറിന് പിന്നെ 6 മുറിവുകൾ, ആകപ്പാടെ 6 മുറിവുകൾ, 5 മണിക്കൂർ, 5 ദിവസം, കിട്ടിയത് 25 ലക്ഷം രൂപ. എന്തായാലും ഗോൾ അടിച്ചിരിക്കുന്നത് സെയ്ഫ് അലി ഖാനാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പേര് വളരെ കൂടുതൽ പ്രശസ്തമായി. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും സെയ്ഫ് അലി ഖാന് വലിയ പിന്നെ എന്ത് പറയാം റീച്ച് ലഭിച്ചു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇന്നലെ കണ്ടൊരു വാർത്ത, ഇദ്ദേഹത്തിൻ്റെ ശത്രുസ്വത്ത് സംഭവവുമായി ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പട്ടോടി കുടുംബത്തിൻ്റെ 15,000 കോടി രൂപയുടെ സ്വത്ത് സെയ്ഫ് അലി ഖാന് നഷ്ടമാകുമെന്ന വിവരമാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത്. സെയ്ഫ് അലി ഖാന്റെ കുടുംബം കൈവശം വയ്ക്കുന്ന മധ്യപ്രദേശിലെ 15,000 കോടി രൂപയുടെ സ്വത്താണ് സർക്കാരിന് ഏറ്റെടുക്കാനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നത്. ഭോപ്പാലിൽ കോഹെ ഫിസ മുതൽ ചോക്ലോദ് എന്ന് പറയുന്ന സ്ഥലം വരെ നീണ്ടു കിടക്കുന്നതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ. പട്ടൗഡി കുടുംബത്തിൻ്റെ 2014 കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി എന്ന ആ വിഭാഗം, ആ നിയമമനുസരിച്ച വിഭാഗം സെയ്ഫ് അലി ഖാന് നോട്ടീസ് നൽകിയത്. പട്ടൗഡി കുടുംബത്തിൻ്റെ കൈവശമുള്ള വസ്തുക്കൾ ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് നൽകിയത്. 2015 സെയ്ഫ് കോടതിയെ സമീപിച്ചു. ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന സ്വത്തുക്കളെയാണ് ശത്രു സ്വത്തായി പ്രഖ്യാപിക്കുന്നത്. അത് കേന്ദ്ര നിയമം ആ തരത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയിരുന്നു. ഇതോടെയാണ് പട്ടൗഡി കുടുംബത്തിൻ്റെ സ്വത്ത് ശത്രു സ്വത്ത് വിഭാഗത്തിൽപ്പെട്ടത്. ആ കുടുംബത്തിൻ്റെ ഒരു പിൻതലമുറക്കാരനാണ് സെയ്ഫ് അലി ഖാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് 15,000 കോടിയോളം രൂപയുടെ സ്വത്ത് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നഷ്ടമായിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശരീരത്തിൽ 2-3 മുറിവ് കിട്ടിയപ്പോൾ, 2 കുത്ത് കിട്ടിയപ്പോൾ കിട്ടിയത് 25 ലക്ഷം രൂപ. അദ്ദേഹം നാടകം കളിക്കുകയായിരുന്നു എന്ന് ശിവസേന നേതാവ് പറയുമ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ സത്യമല്ലേ എന്ന് സംശയിക്കേണ്ടത് ഈ അവസ്ഥയിലാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.